റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കള്, പരീക്ഷ എഴുതാൻ പോകുന്നവരെ എഴുതിപ്പോയ പരീക്ഷയുടെ റിസൾട്ട് ഒരു ഡിസാസ്റ്റർസ് ആണെന്ന് തോന്നണവരെ, ഇനി നല്ലവണ്ണം പരീക്ഷ എഴുതിയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അത് അവരും പ്രാർത്ഥിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കണത് വിശ്വാസത്താൽ സമർപ്പിക്കുമ്പോഴാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ, മക്കളുടെ സ്വഭാവം, ജീവിത പങ്കാളികളുടെ ദുർനടപ്പ്, എൻ്റെ പരീക്ഷയുടെ റിസൾട്ട്, എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്താൽ കർത്താവേ, അങ്ങ് കൈയേൽക്കണമേ. എന്റെ വിശ്വാസത്താൽ അങ്ങ് കൈയേൽക്കണമേ. കയ്യിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. സദയം തൊടേണേ സുഖമായ എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായ എൻ്റെ ഉള്ളം. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനകളൊക്കെയാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. ഇൻ കേസ് പർട്ടിക്കുലർ സബ്ജക്റ്റ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സമർപ്പിക്കേണ്ട സമയമാണ്. ചിലപ്പോൾ ഡൈവേഴ്സ് ആകാം, ചിലപ്പോൾ കേസാകാം, ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് എഴുതണ ദിവസമായിരിക്കാം, ഇത് ചിലപ്പോൾ പ്രമാണം നടക്കുന്ന ദിവസമായിരിക്കാം, ചിലപ്പോൾ ഈ ആഴ്ച നീ ഡോക്ടറെ കാണാൻ പോകുന്നൊരു ദിവസമാകാം. അങ്ങനെ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോൾ അത് കൂട്ടിച്ചേർക്കുക. തീർച്ചയായിട്ടും ഈ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ സമയത്ത് അമ്മയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ കൂട്ടിച്ചേർപ്പ് നടക്കും. യാത്രയുണ്ടെങ്കിൽ യാത്ര സമർപ്പിക്കുക. മക്കളാരെങ്കിലും തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ അവിടെ തിരിച്ചു പോരലും സമർപ്പിക്കുക. ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അതിട്ട് സമർപ്പിക്കുക. ടെസ്റ്റ്, പിരപണി ആരംഭിക്കുന്നുണ്ടോ, കച്ചവടം ആരംഭിക്കുന്നുണ്ടോ, വ്യവസായങ്ങൾ ആരംഭിക്കുന്നുണ്ടോ, അതൊക്കെ സമർപ്പിക്കുക. എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന്, ആരാധ്യനായി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയുക. ദൈവം അതെല്ലാം ഏറ്റെടുത്ത് ആശ്രയിക്കുന്ന സമയമാണ്. സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു, വാങ്ങിച്ച സ്ഥലം നോക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നീ ചെന്ന് നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നീ പോകുന്നു, ആ സ്ഥലം കാണാൻ വേണ്ടി ഒരു വിശ്വാസ പ്രമാണം ചെല്ലാൻ ആ സ്ഥലത്ത് പോയി അത് നീ സമർപ്പിക്കുക. ഞാൻ ഈ ആഴ്ചയിൽ പോകും, വിറ്റുമാറാത്ത പ്രശ്നമുള്ള സ്ഥലത്ത് ഞാൻ പോയി വിശ്വാസ പ്രമാണം ചെല്ലും, പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കും. അങ്ങനെ ഒരു യാത്ര നീ ചെയ്യിക്കുക. പേരെ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ സ്ഥാപനങ്ങൾ റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഇത് കൃപാസനം. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇന്നിൻ്റെ കണ്ണീരിന് ചക്കാലക്കൽ പിതാവ് എഴുതിയിരിക്കുന്നത് പോലെ കൃപാസനം ഇന്നിൻ്റെ കണ്ണീരിൻ്റെ, മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ഉത്തരമെന്ന് ദൈവം ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. ആ ഉടമ്പടിയുടെ ആരാധനയിലാണ് നീ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ അവളോട് പറയും 10 മേടിക്കാൻ പറയും. 10 മേടിക്കാൻ പറയും. ഉടനെ ഇവിടെ 10 കാശുരം വാങ്ങിക്കും, വെഞ്ചരിച്ച കാശ്. നിങ്ങൾ ആ സാക്ഷ്യം കിടപ്പുണ്ട്, ഇന്നലെ ഇട്ടതാണ്. എന്നിട്ട് ഇവൾ എന്താ ചെയ്യണം? അപ്പോൾ ഞാനിവിടുത്തെ അവൾ കാശുരം മേടിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചുള്ള എന്നെ അത്രയും വലുതായിട്ടതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നാൻ കാരണം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയുമ്പോൾ
പിന്നെ അവൾ പറഞ്ഞത്, ഞാൻ ഈ ഒരു പത്രം കൊടുക്കുമ്പോൾ, ആൾക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ, പത്രം എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവൻ സാക്ഷ്യമല്ലേ, ഇക്കാലങ്ങളിൽ ഈ മാസം ഈശോ ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ അത് ഇതിൽ ഒരു കാശിനും കൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് ഈശോനെക്കുറിച്ച് പറയും. ഈ കാലഘട്ടങ്ങളിൽ ആരാണ് ഈശോനെക്കുറിച്ച് പറയണത് കേട്ടല്ല, മനസ്സിലായില്ലേ? കാര്യങ്ങളെ പോണ പോക്കേ എത്ര പേര് പണി മേടിക്കാൻ പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ദൈവമൊന്നും, നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട കൃപ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയ്ക്ക് വെടിക്കെട്ടായിട്ടാണ് മറ്റുള്ളവരെ യേശുവിന് വേണ്ടി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 10 മേടിക്കാൻ പറഞ്ഞു. ഞാൻ 10 മേടിച്ച് ഞാൻ 10 കാശ് രൂപ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാശ് രൂപ കൊടുക്കുന്ന നല്ലൊരു 10 രൂപ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, എടി അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അത് ഇത്രയും സ്പീഡാണ്. അതെന്തുകൊണ്ടാണ് ചിഞ്ചുന് ഇത്രയും സ്പീഡായിട്ട് ഈ സംഭവം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ സിൻസിയറാണ് ഈ വിഷയത്തിൽ. നമുക്ക് ഉടമ്പടിയോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ മനോഭാവം സിൻസിയറിറ്റിയാണ്. നമ്മൾ ആ വിഷയം സിൻസിയറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദൈവം സീരിയസ് ആവും. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയറാകും. ദൈവം ഓട്ടോമാറ്റിക്കലി സിൻസിയറാണ്, പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഒന്ന് മോഡുലേറ്റ് ചെയ്ത് നോക്കണം, ഒന്ന് ക്രമീകരിക്കണം. 2 കോർഡിനേറ്റ്സ്, ഒന്ന് 20 ബി പോയിൻ്റാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് യേശുക്രിസ്തു വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ആമേൻ എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയണത് പോലെ ചെയ്യുക. ഇതെല്ലാം ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യുത്തരമാണ്. മനസ്സിലായല്ലേ? ഇതെല്ലാം ഈ ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ബോധപൂർവം ശ്രമിക്കുമ്പോൾ നമ്മൾ ആമേൻ പറയുകയാണ്. നമ്മൾ എന്തിനാണ് ആമേൻ പറയണത്? ദൈവമഹത്വത്തിനാണ് ആമേൻ പറയുന്നത്. ഈ മഹത്വം ആണ് നമ്മൾക്ക് കൃപയായി നമ്മളിലേക്ക് ചൊരിയണത്. കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചൊരു സബ്ജക്റ്റാണ് കൃപയുടെ ഹൃദയസ്പന്ദനം. നമുക്ക് ഹൃദയം ഇടിക്കണേ കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? ഹൃദയം ഇടിക്കേക്കല്ലേ? ഇതുപോലെ ഈ കൃപ ഇങ്ങനെ ഒരു സ്പന്ദനം ചെയ്യണേ കേൾക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ കൃപ നിറയുമ്പോഴേ കൃപ ഇങ്ങനെ സ്പന്ദിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. വിപിൻ്റെ സാക്ഷിയൊക്കെ മനോഹരമാകണത് ആ വഴിക്കാണ്. വിപിൻ്റെ പ്രോബ്ലം എന്താണ്? അരിയറല്ലേ? അരിയറാണ് എന്ന് വെച്ചാൽ 20 സബ്ജക്റ്റല്ലേ അരിയർ വന്നിരിക്കുന്നത്, ബിടെക്കുകാരൻ. അപ്പോൾ എന്നെ സംബന്ധിക്കുന്നത് ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴവന് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. കൃപാസനം പത്രം തന്നെയാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ സന്ദേശവാഹകൻ, ഒരു മാലാഖിയായിട്ട് വർക്ക് ചെയ്യണതെല്ലാം ഈ കൃപാസനം പത്രമാണ്. ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ആ സാക്ഷ്യത, എനിക്ക് ക്രിസ്ത്യൻ ഫെയ്ത്തിനോട് അത്ര അറിയത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ അന്ന് യൂസ്ഡ് അല്ല ക്രിസ്ത്യൻ ഫെയ്ത്ത്, അതുകൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. ഒരാഴ്ച അതാണ് പറയുന്നത്, ബിബിൻ പറയുന്നതാണ്, ക്രിസ്ത്യൻ ഫെയ്ത്ത് എനിക്ക് യൂസ്ഡ് അല്ല, അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് ഞാൻ ചുമ്മാ വാങ്ങിച്ചെന്നേ ഉള്ളത്. പക്ഷേ പിറ്റേ ആഴ്ചയിലും വേറെ ഒരർത്ഥം കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്തു. അപ്പം ജസ്റ്റ് നോക്കി, വേറെ ഒരു ദിവസം കൂടി ഒരു പത്രം കൂടി അതിനും കൊണ്ട് ആരോ കൊണ്ടൊന്ന് കൊടുത്തു. അപ്പോഴും അവൻ ശ്രദ്ധിച്ചു, കണ്ടു നോക്കി, ഒരാളിന് തന്നെ എങ്ങനെയാണ് ഒരാളെ മാതാവ് തൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണമെന്ന് നോക്കി. നിങ്ങൾ വഴിയാണ് അല്ലേ, നിങ്ങൾ ഓരോരുത്തരും വഴിയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത്. ബിബിൻ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് നോക്കി. ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്കിതിനെ വിശദാംശങ്ങൾ അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ക്യാപ്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ കാലാന്തരത്തിലാണ് ഓരോരോ കാര്യങ്ങൾ നടക്കണ കണ്ടിട്ട് കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞ് അവൻ പറയണ പോലെ ചെയ്യണം, അത് ഈശോയുടെ വചനങ്ങൾ അറിയാൻ പാലാത്തത് അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അതിനുവേണ്ടി നിങ്ങൾ
ഈശോൻ്റെ വചനമുള്ള, ഈശോയുടെ പ്രവർത്തനങ്ങളുള്ള, ഈശോയുടെ സാക്ഷ്യമുള്ള, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുള്ള പത്രം കൊടുക്കണം. അത്രേ എന്നോട് ആദ്യകാലങ്ങളിൽ പറഞ്ഞുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജനതകൾക്ക് വിശ്വാസം കൈമാറുകയാണ്. ശരിക്കും ജനതകളുടെ വിശ്വാസം കൈമാറണം വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് വിശ്വാസം കൈമാറുന്നത്? ഇതൊരു മതം മാറ്റമല്ല, മറിച്ച് എന്താ സംഭവിക്കണത്? ഇവിടെ ആരെയും ജ്ഞാനസ്ഥാനപ്പെടുത്തുക ഒന്നും ചെയ്യണില്ല. എന്താ സംഭവിക്കുന്നത്? ക്രിസ്തു ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്താണ്? ക്രിസ്തുവിൽ അതേ ആണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ലോകത്തിനും മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വേദന, കണ്ണീര്, സങ്കടം, രോഗം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അങ്ങനെ മുഴുവനും ആധ്യാത്മികവും ഭൗതികവുമായ മുഴുവനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ദൈവം എങ്ങനെ നൽകിയിരിക്കുന്നത്? വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ 8852 വാഗ്ദാനങ്ങളുടെ നിവൃത്തിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നമ്മളൊരു ഫീറ്റസായിട്ട് രൂപപ്പെട്ട് വരുന്നത് തൊട്ട് നമ്മുടെ നിത്യത വരെയുള്ള ആത്മീയവും ഭൗതികവുമായ മുഴുവൻ വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ, ഒന്ന് പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് ക്രിസ്തു അതേ എന്ന് തന്നെ. അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജപ്തി നടപടിയാണ്, അല്ല നിങ്ങൾക്ക് ജോലിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകൻ പോളണ്ടിൽ പോയി. അവന് അവിടെ അവൻ്റെ അമ്മ ഇവിടെ വന്ന് കണ്ണീരിടുകയാണ്. എന്താണ്? അവന് ഭക്ഷണമില്ലടാ, അവന് ഭക്ഷണമില്ല. അവന് ഭക്ഷണമില്ല എന്ന് വെച്ചാൽ അവൻ്റെ ജോലി പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോടത് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ആവർത്തിക്കണില്ല. പക്ഷെ അതല്ല, വിത്തിൻ 24 hours എങ്ങനെയാണ് അവൻ പഠിച്ച സബ്ജക്റ്റിന് തന്നെ അവന് അപ്പോയിൻമെൻറ്റ് കിട്ടണത് വിദേശ രാജ്യത്ത്? അവൻ്റെ ഒരു രാത്രിയിൽ അവന് ഭക്ഷണമില്ലാതെ ഒരു മുസ്ലിം പള്ളിയുടെ വാതിൽക്കൽ കിടന്ന് ഉറങ്ങിയവൻ്റെ ജീവിതം എത്ര പെട്ടെന്നാണ് അമ്മ റീസെറ്റ് ചെയ്യണത്. അതുപോലെ സകല വാഗ്ദാനങ്ങളും നിൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങൾ, ഒന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങളും അതേ എന്നുള്ളടക്കം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിനെ അഭിഷേകമായി സ്വീകരിക്കാൻ അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ, നമുക്ക് വാഗ്ദാനത്തിൻ്റെ സുവിശേഷ പ്രഘോഷണമാണ് അടുത്ത വചനം. ഇതിനോട് ചേർന്ന് വരുന്ന വചനം ഹെബ്രായ ലേഖനം 10:23. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശയേറ്റ് പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇതാണ് ഉടമ്പടി നിർവർത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ ദൈവമഹത്വത്തിന് അതേ എന്ന് പറയണത് എന്തിനാണ്? വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ എത്രയും വേഗം നിറവേറാൻ വേണ്ടിയുള്ള ദൈവികമായ നടപടികളുടെ സൂത്രവാക്യങ്ങളാണ്, ബൈബിൾ വാക്യങ്ങളാണ് വായിക്കുന്നത്. ഇപ്പൊ എന്താ വായിക്കാൻ പോണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇത് ഉടമ്പടി വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴിയാണത്. എന്താണ്? ഒന്ന്,
നമ്മോട് വാഗ്ദാനം ഇതേ ലേഖനം ഏതാണ്? ഹെബ്രായ ലേഖനം. ആരെഴുതിയാണ്? പൗലോസ് അപ്പോസ്തലൻ. എത്രാം വാക്യമാണ്? 10-ാം വാക്യം. എത്രാം വചനമാണ്? 23. എന്താ പറയണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ എന്ന് പറഞ്ഞേ. എന്താ അവൻ്റെ പ്രത്യേകത? വിശ്വസ്തൻ അല്ലേ? അതെ, അതിപ്പോൾ 2 തിമോത്തി 2:13 എൻ്റെ ആ വചനം. കയ്യിലും കാലുമിലൊക്കെ ചൊറിച്ചൽ അനുഭവപ്പെടുകയും അത് ഇവിടുത്തെ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. കൂടാതെ ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും എനിക്ക് കഴിക്കാൻ സാധിച്ചിരുന്നില്ല. ഉദ്ദേശം ഒരു 15-16 വർഷമായിട്ട് എനിക്കത് സാധിച്ചിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്കത് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഇപ്പം എല്ലാ ഭക്ഷണവും കഴിക്കാൻ സാധിക്കുന്നു. കൂടാതെ കാശ് രൂപം ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി കാശ് രൂപം ഞാൻ സ്ഥിരമായി കഴുത്തിൽ ധരിക്കാറുണ്ടായിരുന്നു. ഒരു 3 പ്രാവശ്യം ഞാൻ വീഴാനിടയായിട്ടുണ്ട്. ഒന്ന് പള്ളിയിൽ പോയിട്ട് പള്ളിയുടെ പടിക്ക് ഒരിക്കൽ വീണു. ആ വീണത് എന്നെ ആരോ താങ്ങി എന്നെ ഇരുത്തുന്നൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. എൻ്റെ തലയൊന്നും തട്ടുകയൊന്നും ചെയ്തില്ല. എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ മാതാവും കർത്താവ് എന്നെ താങ്ങി എന്ന് തന്നെ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഒരിക്കൽ ചെയറിൽ നിന്നും താഴെ വിടാനിടയായിട്ടുണ്ട്. അത് ഒരു സൈഡിൽ ഭിത്തിയും ഒരു സൈഡിൽ ഒരു TV സ്റ്റാൻഡും കിടന്നിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ വീണത്. പക്ഷേ ആ വീഴ്ചയിൽ എൻ്റെ തലയൊന്ന് തട്ടുകയോ എനിക്ക് യാതൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മയും തിരുക്കുമാരനും എന്നെ കാത്തു. കൂടാതെ ഒരിക്കൽ ഞാൻ മുറ്റത്തൊരിക്കൽ വീഴാനിടയായി. അന്നും തൊട്ടടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുണ്ടായിരുന്നു. ആ സ്റ്റെപ്പിൽ തലയിടിക്കാതെ, അത് തല താഴ്ത്ത് തട്ടുകയാണെങ്കിൽ ശരിക്കും ആ സ്റ്റെപ്പിലാണ് എൻ്റെ തലയിടിക്കുക. പക്ഷെ ഞാൻ വീണത് ഈ സ്റ്റെപ്പിൽ തട്ടാതെ തന്നെയാണ് ഞാൻ വീണത്. അതുകൊണ്ട് 3 വലിയ അപകടങ്ങളിൽ നിന്നും മാതാവും കർത്താവ് എന്നെ രക്ഷിച്ചു. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇതിന് തിരുക്കുമാരനും മാതാവിനും കൂടാനുകൂടി നന്ദി പറയുന്നു. പേര് ആനി ജോസഫ്. എൻ്റെ പേര് ആനി ജോസഫ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ മുടിക്കരായി ഇടവകാംഗമാണ്. കഴിഞ്ഞ വർഷം മെയ് മാസം 18-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ വെച്ചിരുന്ന ആദ്യത്തെ 2 നിയോഗങ്ങൾ സാധിച്ചു തന്നതിൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. സെപ്റ്റംബർ 29-ഉം ഒക്ടോബർ 29-ഉം ആണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നത്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നത്. സെപ്റ്റംബർ 29 എനിക്ക് 3 ആൺമക്കളാണ്. സെപ്റ്റംബർ 29 എൻ്റെ 2ാമത്തെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അവന് സെപ്റ്റംബർ 29-ന് 29 വയസ്സ് കഴിയും, 30 വയസ്സിലേക്ക് കിടക്കും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ 30 വയസ്സാവുന്നതിന് മുമ്പ് അവൻ്റെ വിവാഹം നടത്തി തരികയോ തീരുമാനിച്ചു തരികയോ ചെയ്തു തരണമെന്ന്. ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 20 എന്നിട്ടും ഒരു കാര്യവും തീരുമാനമായില്ല. ഒത്തിരി വിവാഹാലോചനകളൊക്കെ വന്നിരുന്നു, എന്നാലും ഒന്നും തീരുമാനം ആകുന്നുണ്ടായിരുന്നില്ല. സെപ്റ്റംബർ 20 അപ്പോൾ ഞാൻ മാതാവിനോട് കുറേ പരിഭവവും പരാതിയൊക്കെ ഇരുന്നു. സെപ്റ്റംബർ 20 മാതാവേ, ഇനി ഒരാഴ്ച കൊണ്ട് എന്ത് തീരുമാനമാവാനാണ് എന്നൊക്കെ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അന്ന് തന്നെ ഒരു വീട്ടുകാരൻ ഞങ്ങളെ വിളിച്ചു. പയ്യനിവിടെ ഇല്ലെങ്കിലും, മോൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, പയ്യനിവിടെ ഇല്ലെങ്കിലും മാതാപിതാക്കൾ വന്ന് കാണുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ സെപ്റ്റംബർ 21-ന് ആ പെങ്കൊച്ചിനെ കാണാൻ പോയി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സെപ്റ്റംബർ 25-ന് അവർ ഞങ്ങളുടെ വീട്ടിലേക്കും വന്നു, അവർക്കും താല്പര്യമായി. പിന്നെ മകൻ വരാൻ വേണ്ടി നോക്കിയിരുന്നു. നവംബർ ലാസ്റ്റാണ് അവൻ വന്നത്. പിന്നെ ഡിസംബറിൽ നോമ്പൊക്കെ കഴിഞ്ഞു. ജനുവരി 26-ാം തീയതി
ആ കല്യാണം മാതാവ് നല്ല രീതിയിൽ നടത്തി തന്നു. നല്ലൊരു മകളെ തന്ന് മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും അനന്തകോടി നന്ദി അർപ്പിക്കുന്നു. ഇനി ഒക്ടോബർ 29 എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകൻ്റെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തുടങ്ങി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുമ്പ് ഒരു വിശേഷ വാർത്ത അറിയാനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന്. അവരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. മോൾ പോയപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം കൊടുത്തയച്ചിരുന്നു. ഒക്ടോബർ 29 ആയി ഞാനിവിടെ നടന്ന ജപമാല റാലിയിലും വന്ന് പങ്കെടുത്തിരുന്നു. ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് ദുബായിൽ നിന്നൊരു കോള് വന്നത്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇവിടെ വന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ആ മകൾ 7 ആഴ്ച പ്രഗ്നൻ്റാണ്. ഇത് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ ചെയ്തതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും അനന്തകോടി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ സിനി ബെന്നി, തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 28 ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നത്. ഉടമ്പടി എടുക്കാനായിട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്നെ അലട്ടുന്ന വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവിൻ്റെ സംരക്ഷണത്തിൽ പ്രവേശിക്കണമെന്ന വലിയൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ മോന് വൊമിറ്റിങ്ങും വയറുവേദന, തലവേദന, പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അടുത്ത് തന്നെയുള്ള ഫാത്തിമ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. പക്ഷേ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എല്ലാം നെഗറ്റീവാണ്. അസുഖം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ മസിൽ പെയിൻ, നെർവ്സൊക്കെ, കാലിൻ്റെയും കൈയുടെയൊക്കെ നെർവ്സൊക്കെ വേദന എടുക്കുന്നു. വേദനയൊന്നും മാറുന്നില്ല. ടെസ്റ്റുകളെല്ലാം നെഗറ്റീവ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം മോൻ്റെ വേദന ശക്തമാകുന്നതല്ലാതെ ഒരു കുറവും കണ്ടില്ല. സിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തു. അവിടെ ചെന്നിട്ടും ടെസ്റ്റുകളൊക്കെ അവർ വീണ്ടും ചെയ്തു. എല്ലാത്തരം ബ്ലഡ് ടെസ്റ്റും ചെയ്തു. എല്ലാം നെഗറ്റീവ്. ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുഞ്ഞാണെങ്കിൽ നടക്കുമ്പോൾ ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നടക്കുമ്പോൾ തെന്നൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽ പെടുത്തിയെങ്കിലും ഭക്ഷണമൊന്നും നല്ലപോലെ കഴിക്കാത്തത് കൊണ്ടുള്ള തെന്നലാണ്, ക്ഷീണമാണെന്നാണ് കരുതിയത്. പക്ഷെ ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയും തോറും നടക്കുമ്പോഴുള്ള തെന്നലും ക്ഷീണവും കൂടി വരികയായിരുന്നു. നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത്. അവിടെ ചെന്ന് ടെസ്റ്റുകൾ ചെയ്തു, ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. ഡോക്ടറിന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് റിസൾട്ട് എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് എന്താണ് അസുഖമെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു എന്ന് വെച്ചാൽ CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഇതിലെന്തോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് CT സ്കാൻ പറയുന്നതെന്ന് തോന്നി. അതിൻ്റെ റിസൾട്ടും നെഗറ്റീവായിരുന്നു. പക്ഷേ വേദന കൂടി വരികയാണ്. മസിൽ പെയിൻ, കൈയുടെയും കാലിൻ്റെയും മസിൽ പെയിൻ ഭയങ്കരമായിട്ട് കൂടി വരുന്നു. വേദനയുടെ സമയത്ത് കുഞ്ഞ് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പോലും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ ഹോസ്പിറ്റലിലെ മുറിയിൽ മാതാവിൻ്റെ ഇവിടെ നിന്ന് ലഭിച്ച കാശുരൂപവും ഉടമ്പടി തൈലവും വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഉടമ്പടി തൈലത്തിലെ മാതാവിൻ്റെ ആ നീല ഒരു പിക്ചർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതിൽ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി വളരെ സങ്കടത്തോടെയാണ് ഞങ്ങൾ 3 പേരും മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. അതിൽ ഒന്നാമത്തെ രഹസ്യമായപ്പോഴേക്കും ഞാൻ കണ്ണെടുക്കാതെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് തോന്നി, 6-ാം ദിവസം മോൻ ഓടി കാറിൽ കയറും. ഇതാണ് എൻ്റെ മനസ്സിലേക്ക് ശക്തമായി വന്നൊരു ചിന്ത. അപ്പോൾ ജപമാലയ്ക്ക് ശേഷം ഞാനത് മോനോടും ഭർത്താവിനോടും ഞാൻ പറഞ്ഞു. എന്നെ വിളിച്ച എൻ്റെ 2 ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാതാവ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ എനിക്ക് ശക്തമായിട്ടുണ്ടായി, 6-ാം ദിവസം കുഞ്ഞ് ഓടി കാറിൽ കയറുമെന്ന്.
പക്ഷെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവൻ്റെ നടക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയായിരുന്നു. നമ്മളൊന്ന് താങ്ങാതെ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ ഒട്ടും പറ്റുന്നില്ല, തെന്നി വേച്ച് വീണു പോകുന്നൊരവസ്ഥ. എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാത്തതാണ് ഏറ്റവും വലിയ സങ്കടമായിട്ട് തോന്നിയത്. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാതാവ് തന്ന മറ്റൊരു അടയാളം എന്ന് വെച്ചാൽ കുഞ്ഞറിയാതെ മൂത്രമൊഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഇവിടെ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട, ഉടനെ നമുക്ക് അമൃതയിലോട്ട് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അമൃതയിലോട്ട് പോകാൻ താല്പര്യമില്ലാതിരുന്നതുകൊണ്ട് ഞങ്ങൾ ആസ്റ്റർ മെഡ്സിറ്റിയിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് ഒരു 2 മണിക്കൂറിനകം അവർ സിംറ്റംസ് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഗുയിലൻ ബാരി സിൻഡ്രോം എന്നൊരു അസുഖമാണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആൻറ്റിബോഡി നമ്മുടെ തന്നെ നെർവ്സിൻ്റെ കോട്ടിങ്ങിനെ, മൈലോത്തിൻ ഷീത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഈ നെർവ്സിൻ്റെ കോട്ടിങ് ഇളകിപ്പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് നെർവ്സ് ഡിസ്ഫങ്ഷൻ ആവുന്നത്, കുഞ്ഞിന് നേരെ നടക്കാനും ഇരിക്കാനും പറ്റാതെ ആവുന്നത്. അപ്പോഴേക്കും അവൻ്റെ ദൃഷ്ടി താഴോട്ടായിട്ടുണ്ടായിരുന്നു. നടുവ് നേരെ ഇരിക്കുന്നില്ല, ഒട്ടും നേരെ ഇരിക്കാനോ, കാല് കിടത്തി തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. കാല് ഉയർത്തിപ്പിടിക്കാനായിട്ട് പറ്റില്ല, 2 സെക്കൻഡ് ഉയർത്തിപ്പിടിച്ച് താഴെ ഇട്ട് കളയും. വേദന വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വേദനയായിരുന്നു. 2 മണിക്കൂറിനുള്ളിൽ അവർ അസുഖം പറഞ്ഞു ഇതാണെന്ന്. പക്ഷെ അത് കൺഫേം ചെയ്യണമെങ്കിൽ നട്ടെല്ലിൽ നിന്ന് വെള്ളമെടുത്ത് ടെസ്റ്റ് ചെയ്താലേ അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മെഡിസിൻ നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് ഈ അസുഖം വന്നവർ 2 വർഷം, ചിലർ 10 വർഷം വരെ ട്രീറ്റ്മെൻറ്റ് ഈ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു. ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇവിടെ വന്നു, അപേക്ഷ എഴുതിയിട്ടു മാതാവിന്. പിറ്റേ ദിവസം, പിന്നീടുള്ള 2 ദിവസം വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. വളരെയേറെ വിഷമിച്ച ദിവസങ്ങൾ. ICUലായി, അഡ്മിറ്റായി.